പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. തുടർന്നുള്ള മണിക്കൂറിൽ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും നിറയ്ക്കണമേ, അറിവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ വചനം സ്വീകരിക്കുന്നതിന് തടസ്സമായിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരിച്ചോരത്തുള്ളിയാൽ എൻ്റെ മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും നിറയ്ക്കണമേ, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ നിറയ്ക്കണമേ. ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികളും ആത്മീയമായ അഭിഷേകം ഉള്ളിൽ നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനം ഒരു വ്യക്തിയിൽ കടന്നു വരുമ്പോൾ അത് പുതിയ ഒരു അഭിഷേകം ആ വ്യക്തിക്ക് നൽകുകയാണ്. ഈശോയോട് പ്രാർത്ഥിക്കുക, ഈശോയെ അനുഗ്രഹവും അഭിഷേകവും നൽകണമേ. നമുക്കിങ്ങനെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അനുഗ്രഹിക്കുന്ന ഈശോയെ, വിശുദ്ധീകരിക്കുന്ന ഈശോയെ, ഞങ്ങളെയും ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ മനസ്സിനെയും ബുദ്ധിയെയും വിശുദ്ധീകരിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വിവേകത്തിന്റെ ആത്മാവേ, എന്നിൽ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലതുകരമുയർത്തി സ്വരമുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇടതുകരമുള്ളവർ ഇടതുകരവും കൂടെ ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അഭിഷേകം നൽകണമേ, തടസ്സങ്ങൾ മാറട്ടെ, കൃപയൊഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ദൈവവചനം ഒരു വ്യക്തിയിൽ കടന്നു വരുമ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങൾ വ്യക്തിയിൽ ഉളവാകുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ മണിക്കൂറിൽ ദൈവ തിരുമുമ്പിൽ നമ്മൾ ധ്യാനിക്കുന്ന ഒരു വിഷയം, എങ്ങനെയാണ് ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ സാധിക്കുന്നത്? കാരണം പല വ്യക്തികളും ധ്യാന കേന്ദ്രങ്ങളിലും മറ്റു പ്രാർത്ഥനാ കൂട്ടായ്മകളിലും കടന്നു വരുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജീവിത രീതി പോരാ, അല്പം കൂടി മെച്ചപ്പെട്ട ജീവിതം, അതെല്ലാ അർത്ഥത്തിലും, ഭൗതിക അർത്ഥത്തിലും ആത്മീയ അർത്ഥത്തിലും വേണം. അപ്പൊ ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ, അല്പം കൂടി മെച്ചപ്പെട്ട ഒരു ജീവിതം നയിക്കണം. അതിനെന്ത് ചെയ്യണം? പ്രിയപ്പെട്ടവരെ, ഈ മണിക്കൂറിൽ ദൈവ തിരുമുമ്പിൽ നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ഇത് തന്നെയാണ്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് അല്പം കൂടി മെച്ചപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള ഗുണങ്ങളുണ്ട്. ഒന്ന്, മെച്ചപ്പെട്ട ജീവിതം എന്ന് പറയുന്നത് ആത്മീയ അർത്ഥത്തിൽ മാത്രമല്ല, മറിച്ച് തിരുവചനം പഠിപ്പിക്കുന്നത് ഭൗതിക അർത്ഥത്തിലും കൂടിയാണ്. നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും, നിന്റെ ജീവിതത്തിൽ ഇടപെടേണ്ട മേഖലകൾ നിനക്ക് കാണിച്ചു തരും. അങ്ങനെ ആത്യന്തികമായി ഒരു മനുഷ്യന്റെ ജീവിതം ഉയർച്ചകളിലേക്ക് പോകും. എപ്പോഴാണെന്നറിയോ? ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഒരു വ്യക്തി സ്വയം അവലോകനം ചെയ്യുമ്പോൾ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശിക്കൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിന് നമ്മൾ എടുക്കേണ്ട ഒരു നിലപാട് നമ്മൾ ആരാണെന്നുള്ള ഒരു അറിവാണ്. സത്യത്തിൽ പലപ്പോഴും നമുക്ക് നമ്മൾ ആരാണെന്നുള്ള അറിവില്ലാത്തത് കൊണ്ടാണ്
പല ചതിക്കുഴികളിലും നമ്മൾ ചെന്ന് വീഴുന്നത്. ഇന്ന് നമ്മൾ ഉയരാത്തതിനും കാരണം ഒരുപക്ഷെ നമ്മൾ ആരാണെന്നുള്ള അറിവ് നമുക്കില്ലാത്തത് കൊണ്ടല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. സത്യത്തിൽ നമ്മൾ ആരാണെന്നുള്ള അറിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പിച്ചോ, അനുഗ്രഹം നമ്മുടെ കൈകളിലുണ്ട്. കാരണം വചനം പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 9-ാം വചനം, 1 പത്രോസ് 3:9 എന്താണെന്നറിയോ? അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഒരു മനുഷ്യന് അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി അനുഗ്രഹം സ്വന്തമാക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ കുറവാണ്, ആ വ്യക്തിയുടെ അറിവുകേടാണ്. ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലുറപ്പിക്കുക, ഇന്ന് നിന്റെ ജീവിതം ഉയർച്ചകളിലോട്ട് കടന്നു വരുന്നില്ല, മറിച്ച് താഴ്ചകളിലേക്കും പരാജയങ്ങളിലേക്കുമാണെങ്കിൽ നിനക്ക് നിന്നെക്കുറിച്ചുള്ള അറിവില്ലായ്മയല്ലേ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ട വ്യക്തിക്ക് തന്നെക്കുറിച്ചുള്ള അറിവില്ലായ്മ പരാജയത്തിലേക്ക് നയിക്കുന്നു. ഹാലേലുയാം. സ്വരമുയർത്തി പറഞ്ഞേ ഹാലേലുയാം, ഹാലേലുയാം, ഹാലേലുയാം. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം തിരുവചനം ഈ ഒരു വിഷയം നമ്മളെ ബോധവൽക്കരിക്കും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം തിരുവചനമാണ്. യോഹന്നാൻ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്, നീ ആരാണ്? അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി നീ ആരാണ്? നീ ആരാണെന്നുള്ള അറിവ് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിലേക്ക് നയിക്കും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം തിരുവചനം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഹാലേലുയാ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഹാലേലുയാ, ഹല്ലേലൂയ, ഹാലേലുയാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ ശ്ലീഹ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ സത്യം നീ ആരാണെന്നുള്ള അറിവാണ്. നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ടെങ്കിൽ നീ നിസാരക്കാരനല്ല, നിസാരക്കാരിയല്ല, മറിച്ച് ആരാണ് നമ്മൾ? ആരാണ്? ദൈവമക്കൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുന്നു, നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ കൂടെ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ മനസ്സിൽ ഉറപ്പിച്ചോ, നീ ദൈവത്തിന്റെ മക്കളാണ്. നമ്മുടെ അപ്പൻ ആരാണ്? അപ്പോൾ അപ്പൻ ആരാണ്? ദൈവം. ദൈവം അപ്പനാണെങ്കിൽ മക്കൾക്ക് എന്തിൻ്റെയെങ്കിലും കുറവ് ഈ ഭൂമിയിൽ ഉണ്ടാവൂ? പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് അപ്പന്റെ സ്വത്തിൽ അവകാശമുള്ളവരാണ്. എന്താ അപ്പന്റെ സ്വത്ത് എന്ന് പറയുന്നത്? ദൈവത്തിന്റെ സ്വത്ത് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവനാണ്. പ്രപഞ്ചത്തിന്റെ സന്തോഷം അവകാശമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ ഇത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒട്ടനവധി മനുഷ്യന്റെ ഉള്ളിൽ വ്യാകുലതകളുണ്ട്, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുണ്ട്. വചനം പഠിപ്പിക്കുന്നു, നീ ദൈവമകനാണ്, ദൈവമകളാണ്, നീ സന്തോഷത്തോടെ ജീവിക്കണം. ഇപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകരുടെ തലയ്ക്കകത്ത് പ്രശ്നങ്ങൾ അനേകം കൂടിയിട്ടുണ്ട്. അവർ ചിന്തിക്കുന്ന എന്താണ്? ഈ പ്രശ്നത്തിന്റെ നടുവിൽ ഞാൻ എങ്ങനെ സന്തോഷിക്കും? ഈ കടബാധിതയുടെ നടുവിൽ ഞാൻ എങ്ങനെ സന്തോഷിക്കും? ഞാൻ ഒരു അവസരത്തിൽ ഒരു ധ്യാന കേന്ദ്രത്തിൽ നിങ്ങൾ സന്തോഷിക്കണം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വചനം കോട്ട് ചെയ്തുകൊണ്ട് ഒരു വചന സന്ദേശം കൊടുത്ത് പുറത്തോട്ടിറങ്ങിയപ്പോൾ ഒരു മനുഷ്യൻ എന്നെ തടഞ്ഞു നിർത്തിയിട്ട് എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു, അച്ഛൻ പറഞ്ഞതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയോ? സന്തോഷിക്കണം, ദൈവത്തിൽ സന്തോഷിക്കണം. ഇപ്പൊ എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്നറിയോ? 28 ലക്ഷം രൂപയുടെ കടബാധ്യതയുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ എങ്ങനെ സന്തോഷിക്കും? ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമാണ്. അല്ലെങ്കിൽ ഒരു രോഗിയായ വ്യക്തിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുക, സന്തോഷിക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു കഴിയുമ്പോൾ ആ വ്യക്തി ചോദിക്കുന്ന ചോദ്യം, എൻ്റെ രോഗത്തിന്റെ നടുവിൽ, എൻ്റെ പ്രശ്നത്തിന്റെ നടുവിൽ ഞാൻ എങ്ങനെ സന്തോഷിക്കും? പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിന് മുമ്പിൽ ധ്യാനിക്കേണ്ട വിഷയവും ഇത് തന്നെയാണ്. നീ ജീവിതം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ നിന്റെ പ്രശ്നങ്ങളെ നീ എങ്ങനെ കണക്കാക്കുന്നു? നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ മുമ്പിൽ നീ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ വചനം നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാകും. എന്താണെന്നറിയോ? നീ ദൈവമകനാണ്, ദൈവമകളാണ്. ഹല്ലേലൂയാ. വലതുകരമുയർത്തി സ്വരമുയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, മനസ്സിൽ ഉറപ്പിക്കേണ്ട ആദ്യത്തെ ചിന്ത ഇതാണ്, നീ നിസാരക്കാരനായ വ്യക്തിയല്ല, നീ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. കൈയടിച്ച് നന്ദി പറയാവോ? നന്നായിട്ട് കൈയടിച്ച് നന്ദി പറയൂ.
പ്രിയപ്പെട്ടവരെ, നീ ദൈവത്തിന്റെ മകനാണ്, മകളാണെന്നുള്ള അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്നാൻ പറ്റില്ല. ജീവിതത്തിൽ പിറുപിറുത്തും അസ്വസ്ഥപ്പെട്ടിരുന്നാൽ പറ്റില്ല. മറിച്ച് ദൈവം നൽകുന്ന അവകാശം സ്വന്തമാക്കണം. ദൈവം നൽകുന്ന അവകാശം എന്ന് പറയുന്നത് സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവകാശമാണ്. സന്തോഷം എന്നുള്ളത് ലോകം നൽകുന്ന സന്തോഷമല്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്, നീ സന്തോഷിക്കണം. പക്ഷെ എങ്ങനെ സന്തോഷിക്കണമെന്നറിയോ? യേശുക്രിസ്തുവിൽ സന്തോഷിക്കണം. എങ്ങനെ സന്തോഷിക്കണം? ഉച്ചത്തിൽ പറയ്. യേശുക്രിസ്തുവിൽ സന്തോഷിക്കണം. ലോകം നൽകുന്ന സന്തോഷത്തിന്റെ പുറകെ പോയാൽ ഒരു കാരണവശാലും നിന്റെ സന്തോഷം പൂർണ്ണതയിലെത്തില്ല. അതിനെയാണ് സാധാരണഗതിയിൽ രസം എന്ന് പറയുന്നത്. അതിനൊക്കെ അതിൻ്റെതായ ചില രസങ്ങളുണ്ട്. ടി വിയിൽ ഒരു കോമഡി ഷോ കണ്ടു കഴിഞ്ഞാൽ ഒരു രസം ഉള്ളിലുണ്ടാവും, സന്തോഷം, രസഗുള അല്ലേ? ഇല്ലെങ്കിൽ നല്ല ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രസമുണ്ടാവും. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള രസകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ രസമുണ്ടാവും. പക്ഷേ അത് നിലനിൽക്കുന്നില്ല. വചനം പഠിപ്പിക്കുന്ന നിലനിൽക്കുന്ന ആനന്ദത്തെക്കുറിച്ചാണ്. നിനക്ക് രോഗമുണ്ടായാലും കഷ്ടതയുണ്ടായാലും ഒരു കാരണവശാലും തകർന്നു പോവാതെ, തളർന്നു പോവാതെ നിന്റെ ജീവിതം നിലനിൽക്കുന്ന ഒരു ആത്മീയ സത്യത്തെക്കുറിച്ച്. ഇതാണ് യേശുക്രിസ്തുവിലുള്ള ആനന്ദം. ഹല്ലേലൂയ. സ്വരമുയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിലുള്ള ആനന്ദം സ്വന്തമാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ തലയ്ക്കകത്തുള്ള നമ്മുടെ പദ്ധതി അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ആരോഗ്യം, എൻ്റെ ജീവിതം, എൻ്റെ കുടുംബ പാരമ്പര്യം, എൻ്റെ മഹത്വം, എൻ്റേത് ഒരു കാരണവശാലും അവൻ ഉയരുകയില്ല. ഞാൻ എന്ന് പറയുന്ന വ്യക്തി എപ്പോൾ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കുന്നോ അപ്പോൾ മുതൽ ദൈവം എന്നെ ഏറ്റെടുക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ, നിങ്ങളുടെ ജീവിത വഴികളിൽ എപ്പോഴൊക്കെ നിങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിച്ചോ അപ്പോഴൊക്കെ പരാജയപ്പെട്ടിട്ടില്ലേ? ഉണ്ട്, കൃത്യം വ്യക്തമാണ്. നീ നിനക്ക് വേണ്ടി അധ്വാനിച്ച നിമിഷങ്ങളിലൊക്കെ നീ പരാജയപ്പെട്ടിട്ടുണ്ട്. ദൈവത്തെ കൂട്ടിന് പിടിക്കാതെ നടത്തിയ അധ്വാനങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ ഒരു ഗുണവും നമുക്ക് നൽകിയിട്ടില്ല. പുറമേ നോക്കുമ്പോൾ കൊള്ളാം എന്നൊക്കെ തോന്നിപ്പിക്കും. എന്നാൽ ആത്യന്തികമായി ദൈവത്തെ കൂട്ടിന് പിടിക്കാതെ മനുഷ്യൻ നടത്തുന്ന ശ്രമങ്ങളൊക്കെ പരാജയപ്പെടും. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളെ പൗലോസ്ലീഹ ഈ സത്യം പഠിപ്പിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 16-ാം തിരുവചനം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 16-ാം തിരുവചനം. മനുഷ്യന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് അവൻ അനുഗ്രഹം കിട്ടുന്നതെന്നാണ് പൗലോസ്ലീഹ പഠിപ്പിച്ചു വെക്കുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിന്റെ ദയയാണ്. ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കാൻ അതുകൊണ്ട് മനുഷ്യന്റെ പ്രയത്നമോ അവന്റെ ജീവിത രീതികളോ അല്ല, മറിച്ച് ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. സ്വരമുയർത്തി പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ദയ മറന്ന് എപ്പോഴൊക്കെ നമ്മുടെ അധ്വാനങ്ങൾക്ക് വേണ്ടി നമ്മൾ പുറകെ നടന്നുവോ അപ്പോഴൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ താൽക്കാലികമായിട്ട് കുഴപ്പമില്ല എന്ന് നമ്മൾക്ക് ചിന്തിച്ചു പോകും. താൽക്കാലികമായ ഒരു സന്തോഷം ഒരു പക്ഷെ നൽകിയിരിക്കും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ തിരുവല്ല എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു. കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല യോഗ്യൻ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു മനുഷ്യൻ. യോഗ്യൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ കാഴ്ചപ്പാടിൽ നമുക്കൊക്കെ ചില ചിത്രങ്ങളുണ്ട്. നല്ല വണ്ണമുള്ളൊരു ചേട്ടൻ, വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഇട്ട് നല്ല മിടുക്കനായിട്ടുള്ളൊരു ചേട്ടൻ. വചന ശുശ്രൂഷ കഴിഞ്ഞ് ഉച്ചസമയമായി കൺവെൻഷൻ സ്ഥലമാണ്. അവിടെ നിന്നിറങ്ങി അച്ഛന്മാർ താമസിക്കുന്ന പള്ളിമേടയിലേക്ക് ഞാൻ പോകുമ്പോൾ ഈ മാന്യൻ എന്ന് തോന്നിപ്പിക്കുന്ന മനുഷ്യൻ കടന്നു വന്ന് എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ ഈ ചേട്ടനെ അടിമുടിയൊന്ന് നോക്കി. കണ്ടാൽ പ്രാർത്ഥിക്കേണ്ട ഒരാവശ്യവുമില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം നല്ല തക്കിടിമുണ്ടനായിട്ടുള്ളൊരു ചേട്ടൻ, ഒരു കുഴപ്പവും ഇല്ല ആ ചേട്ടനെ കണ്ടിട്ട്. ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു ചേട്ടാ, ചേട്ടന് വേണ്ടി ഞാൻ എന്തു പ്രാർത്ഥിക്കാനാണ്? എൻ്റെ അച്ഛ കാണുന്ന പോലെയൊന്നും അല്ല, എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, വരൂ നമുക്ക് നടക്കാം. ഞങ്ങൾ പള്ളിമേടയിൽ ചെന്നു. അവിടെ അച്ഛന്മാർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഊട്ടുമേശയുണ്ട്. ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ വന്ന് അവിടെ ഇരിക്കുക, ഞാനും ഇരിക്കാം. അച്ഛന്മാർക്ക് ഭക്ഷണം കഴിക്കുന്ന ഊട്ടുശാലയിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ
ഞാൻ ഈ ചേട്ടന് വേണ്ടിയും ഒരു പാത്രം എടുത്തു വെച്ചു. ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഭക്ഷണം കഴിക്കുക, ഭക്ഷണത്തിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഈ ചേട്ടനോട് തന്നെ പാത്രം എടുത്ത് മാറ്റി വെച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എൻ്റെ മുമ്പിൽ തടിമിടുക്കുള്ള, കാണാൻ യോഗ്യനെന്ന് തോന്നിപ്പിക്കുന്ന ഈ ചേട്ടൻ പറഞ്ഞു, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതിനു മുമ്പ് ഈ ചേട്ടൻ എന്നോട് ചേട്ടൻ്റെ അവസ്ഥകളെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു. അതെന്താണെന്നറിയോ? കേരളത്തിലും തമിഴ്നാട്ടിലും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ റബ്ബർ എസ്റ്റേറ്റ്, നിസാരപ്പെട്ട സ്ഥലങ്ങളൊന്നുമല്ല, 186 ഏക്കർ റബ്ബർ തോട്ടമുള്ള മനുഷ്യനാണ്. എത്ര ഏക്കർ റബ്ബർ തോട്ടം? 186 റബ്ബർ തോട്ടം കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന എസ്റ്റേറ്റിന്റെ ഉടമയായിട്ടുള്ള മനുഷ്യനാണ്. നിസാരക്കാരനല്ലാത്ത ഈ മനുഷ്യൻ എൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് പാത്രം മാറ്റി വെച്ചിട്ട് എന്നോട് പറഞ്ഞു, എന്താണെന്നറിയോ അച്ഛാ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഭക്ഷണം കഴിക്കാൻ പറ്റില്ലെന്നോ? അതെന്തുകൊണ്ട്? ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ളത് ഒന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ എന്താണ് ചേട്ടന് കഴിക്കാൻ പറ്റുന്നത്? ഇപ്പോൾ ഡോക്ടർമാർ അനുവദിച്ചിരിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഉപ്പില്ലാത്ത കഞ്ഞിയും ചുട്ട പപ്പടവും. എനിക്ക് ആ ചേട്ടൻ്റെ മുഖത്തോട്ട് നോക്കി അല്പസമയം ഇരിക്കണമെന്ന് തോന്നി. കാരണം സങ്കടം കൊണ്ടാ. 186 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്, മര്യാദയ്ക്ക് ഒരു കഞ്ഞി പോലും കുടിക്കാൻ പറ്റണില്ലല്ലോ. സങ്കടം തോന്നി പ്രിയപ്പെട്ടവരെ. നമ്മൾ വെച്ച് കെട്ടിക്കൊണ്ടു നടക്കുന്നതൊക്കെ ഒന്നുമല്ല, മറിച്ച് ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ തകർച്ചയ്ക്ക് കാരണമാവുന്നത് അവൻ കൊണ്ടു നടക്കുന്ന ചില ജീവിത വ്യാപാരങ്ങൾ തിരിച്ചടിക്കും. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു വർഷമായിട്ട് ഇപ്പൊ ഇങ്ങനെയാ. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ മനുഷ്യന്റെ ഭാര്യ ഭംബ്രനോത്തി എവിടെ നിന്ന് ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഈ മനുഷ്യനൊന്ന് ഉപദേശിക്ക്. ഞാൻ ചോദിച്ചു, എന്തിനാ ഉപദേശിക്കണ്ടേ? എൻ്റെ അച്ഛാ എത്ര തവണ ഈ മനുഷ്യനോട് പറഞ്ഞെന്നറിയോ, ഒന്ന് ധ്യാനം കൂടാൻ, എവിടെയെങ്കിലും പോയി ധ്യാനം കൂടാൻ. അപ്പോഴൊക്കെ ഈ ചേട്ടൻ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം, എനിക്കെന്തിൻ്റെ കുറവുണ്ടായിട്ടാണ് ഞാൻ ധ്യാനം കൂടേണ്ടത്? വർഷങ്ങളോളം ഞാൻ ഈ മനുഷ്യന്റെ പുറകെ നടന്നു. എൻ്റെ അച്ഛാ ഈ മനുഷ്യൻ പഠിച്ചില്ല, ഇപ്പൊ പഠിച്ചു, കഞ്ഞി പോലും കുടിക്കാൻ പറ്റാത്ത ഗതികേടിൽ ഇപ്പൊ ധ്യാനം കൂടി നടക്കുവാന്നാ പറഞ്ഞേ. എന്നിട്ടാണ് ഈ പെമ്പർനോത്തി പറഞ്ഞ് ഈ മനുഷ്യനെ ഒന്ന് ഉപദേശിക്കാൻ. വീണ്ടും സങ്കടം തോന്നി. കാരണം ഒരു പുരുഷായുസ് മുഴുവൻ ഈ മനുഷ്യന്റെ പുറകെ നടന്ന് ഭാര്യ എന്ന് പറയുന്നവൾ ഒരു ധ്യാനം കൂടാൻ പറഞ്ഞപ്പോൾ അപ്പോഴൊക്കെ പുച്ഛിച്ച് വെറുതെ മാറ്റി നിർത്തി. ഞാനതിൻ്റെ ആവശ്യമുള്ളൊന്നും ആടൊന്നും അല്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് ദൈവത്തെയും ദൈവീയ കാര്യങ്ങളെയും മാറ്റി നിർത്തി റബ്ബർ തോട്ടത്തിന്റെ പുറകെ അധ്വാനിച്ചതിന് ശേഷം ഇപ്പോൾ പരാജയമടഞ്ഞ് കഞ്ഞി പോലും കുടിക്കാൻ പറ്റാതെ ഗതികേടിൽ ദൈവത്തിന് വേണ്ടി നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, സൂക്ഷിക്കണം. ജീവിതത്തെ അല്പം കൂടെ മെച്ചപ്പെടുത്താനുള്ള ഒരു ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പം കൂടെ മെച്ചപ്പെടുത്താൻ നടത്തുന്ന ഓട്ടം ദൈവത്തോട് ചേർന്ന ഓട്ടമല്ലെങ്കിൽ സൂക്ഷിക്കണം. ഹല്ലേലൂയ. സ്വരമുയർത്തി പറ ഹല്ലേലൂയ. വലതുകരമുയർത്തി സ്വരമുയർത്തി ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശിക്കൊണ്ട് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 127 വചനം 1-2. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 127 വചനം 1-2. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുന്നു, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന വ്യക്തികൾ അവരാണ് ഉറങ്ങുന്നവർ. ദൈവത്തോട് ചേർന്നിരുന്നുറങ്ങുന്നവർക്ക് ദൈവം ആവശ്യമുള്ളതൊക്കെ കൊടുക്കുന്നുവെന്ന വചനം പഠിപ്പിക്കുന്നത്. അതിരാവിലെ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് അവന്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് കൊണ്ടല്ല, 24 മണിക്കൂറും നിന്റെ കുടുംബ കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നത് കൊണ്ടല്ല നിനക്ക് അനുഗ്രഹം സന്തോഷം കിട്ടുന്നത്. മറിച്ച് എപ്പോഴൊക്കെ ദൈവത്തോട് ചേർന്നിരിക്കുന്നോ അപ്പോഴൊക്കെ നിന്റെ കുടുംബത്തിന് അനുഗ്രഹം കിട്ടും. ചില വീടുകളിലൊക്കെ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ കുടുംബനാഥനും കൂടെ പറയുന്നൊരു പറച്ചിലുണ്ട്, എൻ്റെ അച്ഛാ എന്താന്നറിഞ്ഞുകൂടാ, ഒരു മെച്ചപ്പാടില്ല. ഞാൻ ചോദിക്കുന്നു, എന്താ ഇപ്പൊ പറ്റിയ? ജോലിയില്ലേ? ജോലിയൊക്കെ ഉണ്ട്, പക്ഷെ ഒരു മെച്ചപ്പാടില്ല.
ഈ ശമ്പളമൊക്കെ കൊണ്ടുവന്നിട്ട് ഇത് എങ്ങോട്ടാ പോണെന്നൊരു പിടിയും കിട്ടുന്നില്ല. നല്ലൊരു വീട്ടിൽ ചെന്നപ്പോൾ നല്ല രസകരമായ സംസാര ശൈലി. എന്താണെന്നറിയോ? ആ വീട്ടിലെ ആരെങ്കിലും എപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കും. അതൊരു രസകരമായ കാഴ്ചയാണ്. മൂത്ത കുട്ടി ആശുപത്രി പനി പിടിച്ച് കിടപ്പിലായിരുന്നു. അത് പോന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വരുമ്പോൾ ഇളയ കുട്ടി ഡ്രസ്സ് മാറി ഇരിക്കുക ഹോസ്പിറ്റലിൽ പോകാൻ. ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ചില കുടുംബങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എപ്പോഴും അസ്വസ്ഥത. എന്നൊരു ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ആ വളർത്തുമൃഗങ്ങളൊന്നും വാഴുന്നില്ല. കോഴിയൊക്കെ വസന്ത വന്ന് ചത്തു പോവാന്നാ പറഞ്ഞ, ഒന്നും പിടിക്കണില്ല. ഇതെന്താ ഇങ്ങനെ സംഭവിക്കുക? പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ കാര്യം മനസ്സിലുറപ്പിച്ചാൽ മതി. നിന്റെ പ്രവൃത്തി, നിന്റെ ജീവിത രീതികൾ ദൈവത്തോട് ചേർത്ത് വെച്ചിട്ടുള്ളതാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ആത്മീയമായി മാത്രമല്ല ഭൗതിക തലത്തിലും അഭിവൃദ്ധി കിട്ടും, മെച്ചപ്പാട് കിട്ടും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ദൈവത്തോട് ചേർന്നുള്ളതാണെങ്കിൽ നിന്റെ ആത്മീയതയും ഭൗതികതയും ഒരുമിച്ച് ചേർന്ന് പോകും. നമ്മുടെ മുമ്പിൽ ഒരു ദൈവവചനം പഠിപ്പിക്കുന്നത് ജോഷുവയുടെ പുസ്തകമാണ്. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുവചനം. അതായത് അഭിവൃദ്ധി പ്രാപിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം? അഭിവൃദ്ധി പ്രാപിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ചാണ് ജോഷുവ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുവചനം പഠിപ്പിക്കും. ന്യായപ്രമാണ ഗ്രന്ഥം, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം. എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരികയും ചെയ്യും. ഹല്ലേലൂയ. വലതുകരമുയർത്തി സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ അഭിവൃദ്ധി പ്രാപിക്കുന്നത്, വിജയം വരിക്കുന്നത് എപ്പോഴാണെന്ന് വചനം പഠിപ്പിക്കുന്നു. എപ്പോൾ ന്യായപ്രമാണ ഗ്രന്ഥം നിന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുമ്പോൾ, അത് വായിക്കുമ്പോൾ, അതനുസരിച്ച് ജീവിതത്തെ മാറ്റി തീർക്കുമ്പോൾ നിന്റെ ജീവിതം അടിമുടി മാറ്റം സംഭവിക്കുന്നു. ആത്മീയ അർത്ഥത്തിലും ഭൗതിക അർത്ഥത്തിലും മാറ്റം സംഭവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതൊരു തിരിച്ചറിവാണ്. ജീവിതം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യനും ഉറപ്പിച്ചോ, ആദ്യം തന്നെ ദൈവത്തിന് കൊടുക്കാനുള്ള ദൈവത്തിന് കൊടുത്തിട്ട് നീ പ്രവർത്തിച്ചോ. ബാക്കിയൊക്കെ ദൈവം ഏറ്റെടുക്കും. പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നല്ല, ഈ പ്രശ്നങ്ങളുടെയും രോഗങ്ങളുടെയും മരണത്തിന്റെയും നടുവിൽ നീ ദൈവത്തോട് ചേർന്നാണ് ജീവിക്കുന്നതെങ്കിൽ നിനക്ക് പ്രശ്നങ്ങളെ നേരിടാനുള്ള ചങ്കുറപ്പ് കിട്ടും. ഏതൊരു പ്രശ്നത്തിന്റെ നടുവിലും നിനക്ക് പ്രശ്നത്തെ നേരിടാനുള്ള ഒരു ചങ്കുറപ്പ് കിട്ടും. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പ്രശ്നത്തെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രശ്നം നിന്നെ പിടികൂടിക്കളയും. നിനക്കൊരു കടബാധ്യതയുണ്ടെന്ന് ചിന്തിക്കുക. ഒരു കടബാധ്യത എത്ര ലക്ഷം രൂപയെങ്കിലും ആയിക്കൊള്ളട്ടെ, ഈ കടബാധ്യതയെ കുറിച്ച് നീ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? കടബാധ്യത നിന്റെ തലയ്ക്കകത്തോട് കടന്നു വരും. ഈ കടബാധ്യത കടന്നു വന്ന് നിന്നെ പീഡിപ്പിക്കും, നിന്നെ അസ്വസ്ഥപ്പെടുത്തും. സത്യത്തിൽ ആരാണ് ഒരു പ്രശ്നത്തിലൊക്കെ ഇടപെടുന്നത്? ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. ഒരു പ്രശ്നം, ഒരു പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആദ്യം പ്രവർത്തിക്കുന്നത് ആരാണ്? ഒരു പ്രശ്നം, ഒരു രോഗം, കടബാധ്യത എന്തുമാവട്ടെ, ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആദ്യം പ്രവർത്തിക്കുന്നത് ആരാണ്? ഈശോയോ? പ്രശ്നം ഉണ്ടാകുമ്പോൾ ആരാണ് ആദ്യം പ്രവർത്തിക്കുന്നത്? സാത്താൻ, പിശാച്, ചെകുത്താൻ. പ്രിയപ്പെട്ടവരെ, മനസ്സിലുറപ്പിച്ചോ, നീ ഒരു പ്രശ്നം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ സെക്കൻഡിൽ ആര് കടന്നു വരും? ചെകുത്താൻ കടന്നു വരും. ചെകുത്താൻ കടന്നു വന്ന് നിന്റെ തലയ്ക്കകത്തിരുന്ന് ചിലതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചോണ്ടിരിക്കും. പിശാച് പഠിപ്പിക്കുന്നതൊക്കെ ശരിയാണെന്ന് ആ സമയത്ത് അറിയാതെ ചിന്തിച്ചു പോവുകയും ചെയ്യും. ബൈബിൾ എടുത്ത് പരിശോധിച്ച് നോക്ക്. യേശുക്രിസ്തു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. 40-ാം ദിവസം അവൻ എന്ത് സംഭവിച്ചു? വിശന്നു. 40-ാം ദിവസം അവന് വിശന്നു. വിശന്ന ഉടനെ എന്ത് സംഭവിച്ചു? ആര് വന്നു? സാത്താൻ വന്നു. പ്രിയപ്പെട്ടവരെ, ഈ വിശപ്പിന്റെ നടുവിൽ സാത്താൻ കടന്നു വന്ന് യേശുവിനോട് പറയണ എന്താണെന്നറിയോ? ഈ കല്ല് നീ അപ്പമാക്കി മാറ്റുക. കല്ല് അപ്പമാക്കി മാറ്റുക. ഒരു മാജിക്. ലോകത്തിന്റെ ക്രമമുണ്ട്. അപ്പം ഉണ്ടാക്കുന്നതിന് ക്രമമുണ്ട്. അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെ നിങ്ങൾക്കറിയാം. കല്ലാരും അപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുമില്ല. എന്നാൽ സാത്താൻ വന്ന് പഠിപ്പിക്കുന്നത് പുതിയ ഒരു തന്ത്രത്തെ കുറിച്ചാണ്.
ഈ കല്ലിനെ നീ അപ്പമാക്കി മാറ്റുക. ഒരു ക്രമം വ്യത്യാസപ്പെടുത്തിയ രീതി. ക്രമം നഷ്ടപ്പെടുന്നതിനെയാണ് എന്ന് നമ്മൾ പറയും അക്രമം എന്ന് പറയും. ഇതൊരു അക്രമത്തിന്റെ രീതിയാണ്. ലോകം കാണുന്ന പോലെയല്ല പുതിയ ചില ജീവിത ശൈലികൾ. പ്രിയപ്പെട്ടവരെ, സാത്താൻ കടന്നു വരുന്നത് പ്രശ്നത്തിന്റെ നടുവിലാണ്. നിനക്കൊരു രോഗമുണ്ടാകുമ്പോൾ, ഒരു കഷ്ടപ്പാടുണ്ടാകുമ്പോൾ മനസ്സിലുറപ്പിച്ചോ, സാത്താൻ കടന്നു വന്ന് നമ്മുടെ തലയ്ക്കകത്ത് ചില ചിന്തകൾ നൽകും. ഒരു സഹോദരി കുറച്ചു നാളായിട്ട് പള്ളിയിൽ വരുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. അപ്പോൾ ആ സഹോദരിയുടെ വീടിനടുത്തുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പുകാരെല്ലാവരും കൂടെ ചേർന്ന് അച്ഛനെയും വിളിച്ചുകൊണ്ട് ആ സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് സംസാരിക്കാൻ ചെന്നു. ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഇപ്പോൾ പള്ളിയിൽ വരാത്തത്? ചോദ്യത്തിന് സ്ത്രീയുടെ മറുപടി, ഞാൻ എന്തിനാണ് പള്ളിയിൽ വരുന്നത്? ഇത്രയും നാളും പള്ളിയിൽ പോയിട്ട് എനിക്ക് എന്ത് കിട്ടി? ഈ സ്ത്രീ വീണ്ടും പറയുന്നു, എൻ്റെ അച്ഛാ, എൻ്റെ വീട്ടിൽ ഞാൻ ഇത്രയും നാളും പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടും വലിയ മെച്ചപ്പാടൊന്നുമില്ല. എന്തില്ല? മെച്ചപ്പാടൊന്നുമില്ല. ഇളയ കുട്ടി ഇപ്പോഴും രോഗാവസ്ഥയിലാണ്. ഞാൻ ഇനി പ്രാർത്ഥനയൊക്കെ നിർത്തി, പള്ളി വരവ് നിർത്തി. എനിക്കിതിലൊന്നും താല്പര്യമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. ഈ സ്ത്രീയുടെ കുടുംബത്തിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ, ഇളയ കുട്ടിയുടെ രോഗത്തിന്റെ നടുവിൽ ആദ്യം കടന്നു വന്ന് പ്രവർത്തിക്കുന്നത് ആരാണ്? ചെകുത്താൻ, പിശാച്. പിശാച് വന്നിരുന്നിട്ട് ഈ സ്ത്രീയോട് പറഞ്ഞ് പഠിപ്പിക്കുന്ന പാഠം എന്താണ്? നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ്? ദൈവമാണ്. അതുകൊണ്ട് നീ പള്ളിയിൽ പോയിട്ട് എന്ത് കാര്യം? നീ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? ഇത്രയും നാൾ നീ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി? ആര് ചോദിക്കും? ചെകുത്താൻ ചോദിക്കും. ചിന്തിച്ചു വരുമ്പോൾ നമുക്കും മനസ്സിലാവും, അത് ശരിയല്ലേ. ഇത്രയും നാൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടി? ഇനി പ്രാർത്ഥിക്കാതെ കുറച്ചു നാൾ നോക്കാം, ഇനി പള്ളി പോകാതെ നോക്കാം. പ്രിയപ്പെട്ടവരെ, അപകടം അതിന്റെ പിന്നാമ്പുറത്തുണ്ട്. സാത്താൻ മനുഷ്യന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ നിലപാട് എന്ന് പറയുന്നത് അവന്റെ പ്രശ്നത്തിന്റെ നടുവിലാണ്. ഹാലേലുയ. സ്വരത്തിൽ പറ ഹാലേലുയ. അല്പം കൂടെ സ്വരം ഉയർത്തി പറ ഹാലേലുയ, ഹാലേലുയ. ആ ഇടതുകരം കൂടെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ ഹാലേലുയ. കരങ്ങളൊന്ന് വീശിക്കൊണ്ട് പറഞ്ഞേ ഹാലേലുയ. സ്വരം ഒന്ന് ഉയർത്തിക്കൊണ്ട് പറഞ്ഞേ ഹാലേലുയ. ഒന്ന് പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞേ ഹാലേലുയ, ഹാലേലുയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വരുന്നത് ജീവിതം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചാണ്. ജീവിതം മെച്ചപ്പെടുത്തുമ്പോൾ ഒരു മനുഷ്യനെടുക്കേണ്ട ആദ്യത്തെ നിലപാട് അവൻ ആരാണെന്നുള്ള അറിവാണ്. ആരാണെന്നുള്ള അറിവ് അവന് കിട്ടിക്കഴിഞ്ഞാൽ അവന് പ്രശ്നങ്ങളെ നേരിടാനുള്ള ചങ്കുറപ്പ് കിട്ടും. പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ചെകുത്താനെ നിയന്ത്രിക്കാനുള്ള കൃപ കിട്ടും. ചെകുത്താനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. കാരണം എന്താണ്? ഈ പ്രപഞ്ചത്തിൽ ആത്യന്തികമായിട്ട് നിലനിൽക്കുന്ന രണ്ട് ശക്തികൾ. ഒന്ന് പോസിറ്റീവ് എനർജിയായ പരിശുദ്ധാത്മാവ്. ആരാണ്? പരിശുദ്ധാത്മാവ്. നന്മയുടെ അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്ന പരിശുദ്ധാത്മാവ്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മിലും അന്തരീക്ഷത്തിലൊക്കെ നിലനിൽക്കുന്ന മറ്റൊന്ന് എന്താണ്? അശുദ്ധാത്മാവ്, ദുഷ്ടശക്തി, നെഗറ്റീവ് എനർജി. ഒരു നന്മയും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. ആഗ്രഹമുണ്ട്. ഇപ്പൊ നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ ചിന്തിക്കണം, ആരെങ്കിലും പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഈ ഭൂമിയിൽ? ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നില്ലല്ലോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ, പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇന്ന് ഒരു 10 പാപം ചെയ്തിട്ട് കാര്യം? ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. ഒരൊറ്റ മനുഷ്യനും പാപം ചെയ്യാൻ ആഗ്രഹമില്ല. എല്ലാ മനുഷ്യന്റെ ആഗ്രഹം സന്തോഷത്തോടെ ജീവിക്കണം. ഒരു കുമ്പസാരം കഴിയുമ്പോ, ഒരു ധ്യാനം കഴിയുമ്പോ എന്താ മുഖത്തെ ചൈതന്യം? തീരുമാനം പള്ളിയിൽ വെച്ച് നമ്മൾ എടുക്കും. എന്താണ്? ഇനി മേലിൽ എൻ്റെ ദൈവമേ, ഇനി ഈ പാപ വഴികളിലേക്കില്ല. ആഗ്രഹമുള്ളിലുണ്ട്, പറ്റണ്ടേ? പള്ളിക്കകത്തെടുക്കുന്ന തീരുമാനം വീട്ടിൽ ചെല്ലുമ്പോ പറ്റണില്ല. അപ്പോഴാ വീണ്ടും ചിന്തിക്കുന്നത്, എൻ്റെ ദൈവമേ പറ്റിപ്പോയല്ലോ. പൗലോസ് പഠിപ്പിച്ചു വെക്കുന്നത് എന്താണെന്നറിയോ? ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിലും ആഗ്രഹത്തിനനുസരിച്ച് ചെയ്യാതെ ആഗ്രഹത്തിന് വിപരീതമായി ചെയ്യുന്ന ഒരു ശക്തി എന്നിലുണ്ട്. നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും തിന്മ ചെയ്തു പോകുന്നു സാത്താൻ. പ്രിയപ്പെട്ടവരെ, പത്രോസിന്റെ ലേഖനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ സത്യമുണ്ട്. 1 പത്രോസ് 5-ാം അധ്യായം 8-ാം വചനം. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാം വചനം. പിശാചിനെ കുറിച്ചാണ് പഠിപ്പിച്ചു വെക്കുന്നത്.
നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ശത്രുവായ പിശാച്. പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുന്ന ആത്മീയ സത്യം, നീ ഒരു യുദ്ധത്തിനിറങ്ങുമ്പോൾ നിന്റെ ശത്രു ആരെന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം യുദ്ധം ചെയ്യാൻ. ശത്രു ആരെന്ന് തിരിച്ചറിയാതെ യുദ്ധം ചെയ്ത മണ്ടത്തരല്ലേ? നമ്മുടെ യുദ്ധം പലപ്പോഴും ഇപ്രകാരം ശത്രു ആരാണെന്ന് തിരിച്ചറിയാതെയുള്ളത് യുദ്ധമാണ്. യുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം, പ്രമാണം എന്ന് പറയുന്നത് ശത്രുവിനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആരാണ് ശത്രുവെന്ന് നീ തിരിച്ചറിയണം. ഒരു ദൈവ മനുഷ്യന്റെ ശത്രു എന്ന് പറയുന്നത് ചെകുത്താനാണ്. ഈ പ്രപഞ്ചത്തിൽ നന്മ തരാത്ത, തിന്മ ചെയ്യിപ്പിക്കുന്ന നെഗറ്റീവ് എനർജിയായ ചെകുത്താനെതിരായിട്ടുള്ള യുദ്ധമാണ് ഈ ഭൂമിയിലെ ദൈവമക്കളുടെ യുദ്ധം. ഹല്ലേലൂയ. സ്വരമുയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവമകൻ ദൈവമകൾ യുദ്ധം ചെയ്യുമ്പോൾ ചെകുത്താനെതിരായിട്ടുള്ള യുദ്ധമാണ്. ഈ ചെകുത്താനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും കൂട്ടിന് പിടിച്ചാൽ യുദ്ധം ചെയ്യുമ്പോൾ എളുപ്പമുണ്ട്. ദൈവത്തിന്റെ കാവൽ മാലാഖമാർ നിനക്ക് വേണ്ടി ചുറ്റും നിന്ന് നിന്നെ സംരക്ഷിക്കും. ഹല്ലേലൂയ. സ്വരമുയർത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പ്രശ്നം, പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ അവയെ നേരിടാനുള്ള ചങ്കുറപ്പ് നിനക്ക് കിട്ടും. ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പഠിപ്പിക്കുന്ന ആത്മീയ സത്യം അത് തന്നെയാണ്. ദൈവത്തോട് ചേർന്ന് നിന്നിട്ടുണ്ടോ, അപ്പോഴൊക്കെ മനുഷ്യന് എപ്പോഴും ചങ്കുറപ്പ് കിട്ടിയിട്ടുണ്ട്, പ്രശ്നത്തെ നേരിടാനുള്ള കഴിവ് കിട്ടിയിട്ടുണ്ട്. അസാധ്യമെന്ന് മനുഷ്യൻ ചിന്തിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെ നേരിടാനുള്ള കൃപ ലഭിക്കും. ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 34-ാം തിരുവചനം ഒരു ചോദ്യമാണ്. പരിശുദ്ധ അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യം ആരോടാണെന്നറിയോ? ദൈവദൂതനോട്. ചോദ്യം ഇതാണ്: കല്യാണം കഴിച്ചിട്ടില്ലാത്ത, പുരുഷനറിയാത്ത ഞാൻ എങ്ങനെ പ്രസവിക്കും? ഇത് എങ്ങനെ സംഭവിക്കും? ലൂക്കാസ് സുവിശേഷം 1:34. ചോദ്യം എന്താണ്? ഇത് എങ്ങനെ സംഭവിക്കും? ഇവിടെ ഇരിക്കുന്ന, ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നമ്മുടെ തലയ്ക്കകത്തും ഇതുപോലെ ഒരു പ്രശ്നം, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഈ ചോദ്യം കടന്നു വരും: ഇതെങ്ങനെ സംഭവിക്കും? എൻ്റെ കടബാധ്യത വിട്ടുമാറുവോ? എൻ്റെ രോഗം എന്നെ വിട്ടുമാറുവോ? എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ മാറുവോ? ഇത് എങ്ങനെ സംഭവിക്കും? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ അധ്യായം അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 37-ാം തിരുവചനം എന്താ പഠിപ്പിക്കണമെന്നറിയോ? ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് നേരിട്ട് പറയാം, ദൈവത്തിന് ഉച്ചത്തിൽ പറ, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, 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 അസാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇത് ബൈബിൾ മാത്രം പഠിപ്പിക്കുന്നതല്ല. നിന്റെ കണ്ണ് തുറന്ന് ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. ദൈവത്തെ പ്രകീർത്തിക്കുന്ന സ്ഥലങ്ങളിലും സാഹചര്യങ്ങളിലും അത്ഭുതകരമായി ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ കടന്നു വരുന്നു. നമ്മുടെ ചുറ്റുവട്ടത്തും കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയല്ലേ? പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേൾക്കുമ്പോൾ, ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ദൈവം ഇന്നും ജീവിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് എങ്ങനെ സംഭവിക്കും? ഇവിടെ ഇരിക്കുന്ന നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ചോദ്യമാണെന്നേ. ഇതെങ്ങനെയാണ് എൻ്റെ ദൈവമേ പ്രശ്നങ്ങളിൽ നിന്ന് മാറണത്? എനിക്ക് എങ്ങനെയാണ് കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ പറ്റുന്നത്? വചനം പഠിപ്പിക്കുന്നു, ദൈവത്തിന് ഒക്കെ സാധ്യമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കപ്പെടുന്ന അബ്രാഹാം ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു വസന്തരാവിൽ അബ്രാഹത്തിന്റെ മുമ്പിൽ 3 ദൈവദൂതന്മാർ കടന്നു വന്നിട്ട് പഠിപ്പിക്കും, അടുത്ത വസന്തത്തിൽ നിനക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നു, അടുത്ത വസന്തത്തിൽ നിനക്കൊരു കുഞ്ഞ് ജനിക്കുന്നു. അബ്രാഹത്തിന് മനസ്സിലാവുന്നില്ല, 100 വയസ്സ് കഴിഞ്ഞ എനിക്കൊരു കുഞ്ഞോ? എനിക്ക് മനസ്സിലാവണില്ല. ഇത് എങ്ങനെ സംഭവിക്കും? എന്താണ് ചോദ്യം? ഇത് എങ്ങനെ സംഭവിക്കും? അബ്രാഹത്തിന്റെ ചോദ്യമാണ്. ഇത്രയും നാൾ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇതെന്തൊരു പുതിയ രീതി! 100 വയസ്സ് കഴിഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു കുഞ്ഞോ? ഇത് എങ്ങനെ സംഭവിക്കും? മനസ്സിലാക്കാൻ പറ്റുന്നില്ല. തൊട്ടടുത്ത നാളിൽ മറ്റൊരു മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, മോശ വിക്കനാണ്, സംസാരശേഷി പോലും ഇല്ല.
ദൈവം മോശയെ തിരഞ്ഞെടുക്കുമ്പോൾ മോശ ദൈവത്തോട് പറയുന്ന ചോദ്യം അത് തന്നെയാണ്. ദൈവമേ, ഞാൻ പോവില്ല, ഈജിപ്തിലേക്ക് പോവില്ല, ഞാൻ ഇസ്രായേൽക്കാരുടെ നേതാവാകാൻ പറ്റിയ മനുഷ്യനല്ല, ഞാൻ വിക്കനാണ്, എനിക്ക് സംസാരശേഷിയില്ല, ഞാനൊരു നേതാവല്ല. ഇത് എങ്ങനെ സംഭവിക്കും ദൈവമേ? ഇതെങ്ങനെ സംഭവിക്കും? ദാവീദ് ഒരു പീറച്ചെറുക്കൻ, തൊട്ടെതിർവശത്ത് നിൽക്കുന്നത് മഹാമാരിയായിട്ടുള്ള ഗോലിയാത്ത്. ദൈവജനം മുഴുവൻ കൂടെ നിൽക്കുമ്പോൾ അവരുടെയൊക്കെ ഉള്ളിലുള്ള ചിന്ത എന്താണെന്നറിയോ? ഈ പീറച്ചെറുക്കന് എന്ത് ചെയ്യാൻ പറ്റും? ഇത് എങ്ങനെ സംഭവിക്കും? ഞങ്ങളുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റണില്ലല്ലോ, ഇത്രയും നാൾ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഇത്രയും നാൾ ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ, ഇത് എങ്ങനെ സംഭവിക്കും? ഹല്ലേലൂയാ. സ്വരം ഉയർത്തി പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ ഉടനീളം ഈ ഒരു ചോദ്യം എപ്പോഴും മനുഷ്യന്റെ ഉള്ളിലുണ്ട്. ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ഇത് പുതിയ നിയമത്തിലുണ്ട്. ലൂക്കാസ് സുവിശേഷം 1:34 ചോദിച്ച ചോദ്യം, തൊട്ടടുത്ത നാളിൽ സക്കറിയാസ് ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം. ദേവാലയത്തിൽ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുരോഹിതനായ സക്കറിയ, ആ സക്കറിയായുടെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, നിനക്ക് ഒരു കുഞ്ഞുണ്ടാവും. ആരാണ് ഇവന്റെ ഭാര്യ? എലിസബത്ത്. എന്താ എലിസബത്തിന്റെ വിശേഷണമുള്ളത്? വന്ധ്യ, കുഞ്ഞിനെ ജന്മം കൊടുക്കാൻ ശേഷിയില്ലാത്തവൾ. എന്നാൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, നിനക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു. സക്കറിയായ്ക്ക് മനസ്സിലാവണില്ല. സക്കറിയ ഉള്ളിൽ ചിന്തിക്കുന്ന ചോദ്യം എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും? ചോദ്യം ചോദിച്ചത് കൊണ്ട് അവൻ മൂകനായി തീർന്നു. അത് വേറെ കാര്യം. പ്രിയപ്പെട്ടവരെ, ഇതെങ്ങനെ സംഭവിക്കും? ബൈബിളിൽ ഉടനീളം ഈ ചോദ്യമുണ്ട്. 10,000-കണക്കിന് മനുഷ്യന് മുമ്പിൽ ഇരിക്കുമ്പോൾ യേശു ശിഷ്യന്മാരോട് പറയും, നിങ്ങൾ വന്ന് ഭക്ഷണം കൊടുക്കും. അരിച്ച് പെറുക്കി കിട്ടുന്നത് 5 അപ്പവും 2 മീനും. ഇതും കൊണ്ട് വരുമ്പോൾ ശിഷ്യന്മാരുടെ ഉള്ളിൽ വലിയ ചിരിയുണ്ട്. ഉറപ്പാ, ഇതെന്നെ ആവാനാ? മുമ്പിൽ ഇരിക്കുന്ന 10,000-കണക്കിന് മനുഷ്യർ, മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും തികയത്തില്ല. ഇതെന്താവാനാ? ഇതെങ്ങനെ സംഭവിക്കും ഗുരുവേ? ഇതെങ്ങനെ സംഭവിക്കും ദൈവമേ? പ്രിയപ്പെട്ടവരെ, ലാസർ മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞു, ചീഞ്ഞഴിഞ്ഞിട്ടുണ്ട്. ഇവന്റെ ശവകുടീരത്തിന് മുമ്പിൽ വരുമ്പോ ജനക്കൂട്ടം മുഴുവൻ യേശുവിന്റെ പുറകിലുണ്ട്. ലാസറ പുറത്തു വാ യേശു പറയുമ്പോ ജനക്കൂട്ടം ചിന്തിക്കുന്ന ചിന്ത എന്താ? ഇതെങ്ങനെ സംഭവിക്കും? ചീഞ്ഞഴിഞ്ഞിട്ടില്ല ഇവൻ, ഇതെങ്ങനെ സംഭവിക്കും? മനസ്സിലാക്കാൻ പറ്റണില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ബൈബിൾ മുഴുവൻ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യനും ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഞാൻ നന്നാവുക? എൻ്റെ കടബാധ്യത എനിക്ക് മാറുമോ? എൻ്റെ രോഗം എനിക്ക് വിട്ടുമാറുമോ? എൻ്റെ കുഞ്ഞ് നന്നായിട്ട് പഠിക്കുമോ? പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പക്ഷേ ചിന്തയുണ്ടാവും, എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ഇത് എങ്ങനെ സംഭവിക്കും? എന്താ അർത്ഥം എന്നറിയോ? ലൂക്കാസ് സുവിശേഷം 1:37 തിരുവചനം പഠിപ്പിക്കുന്നു, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അബ്രാഹത്തിന് കുഞ്ഞുണ്ടായില്ലേ? വിക്കനായ മോശ നേതാവായിട്ട് മാറിയില്ലേ? ദാവീദ് ഗോലിയാത്തിനെ പരാജയപ്പെടുത്തിയില്ലേ? പരിശുദ്ധ മറിയത്തിന് കുഞ്ഞുണ്ടായില്ലേ? സ്നാപയോഹന്നാൻ എലിസബത്തിൽ നിന്നും പ്രസവിച്ച് ഈ ഭൂമിയിലോട്ട് കടന്നു വന്നില്ലേ? 5 അപ്പം 10,000-കൾക്ക് ഭക്ഷണമായിട്ട് മാറിയില്ലേ? മരിച്ച ലാസർ പുറത്തു വന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ബൈബിൾ പഠിപ്പിക്കുന്ന ആത്മീയ സത്യം, ദൈവത്തോട് ചേർന്നിരുന്നിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. കൈയടിച്ചു നന്ദി പറയും, നന്നായിട്ട് കൈയടിച്ചെന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നീ വിശ്വസിക്കാൻ സന്നദ്ധത കാണിച്ചാൽ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തുടങ്ങി വെച്ചത്, മെച്ചപ്പെട്ട ജീവിതത്തിന് ആഗ്രഹമുണ്ടോ? നീ നിന്റെ അധ്വാനം മാറ്റിവെക്ക്, നിന്റെ ചിന്താശക്തികൾ മാറ്റിവെക്ക്, എന്നിട്ട് ദൈവത്തിൽ ആശ്രയിക്ക്, ദൈവത്തിന് മുഴുവൻ വിട്ടുകൊടുക്ക്. ഓട്ടോമാറ്റിക്കലി ദൈവം നിന്റെ ജീവിതത്തെ ഏറ്റെടുക്കും, അത്ഭുതകരമായ വിധത്തിൽ ഏറ്റെടുക്കും. നീ പോലും അറിയാതെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയാ, സ്വരമുയർത്തി ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് ബൈബിളിൽ മാത്രമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ ചുറ്റുവട്ടത്തും കൺവെൻഷൻ സ്ഥലങ്ങളിൽ, ധ്യാന കേന്ദ്രങ്ങളിൽ നമ്മൾ നടക്കുന്ന ദൈവവചന ശുശ്രൂഷയിലുടനീളം ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഒരു കൺവെൻഷൻ സമയത്ത് കണ്ട മനോഹരമായ ഒരു അനുഗ്രഹം എന്താണെന്നറിയോ? ഒരു അമ്മ ഒരു കുഞ്ഞിനെയും കൊണ്ട് മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കുഞ്ഞിന്റെ പ്രത്യേകത എന്താണ്? 9 വയസ്സുള്ള കുഞ്ഞാണ്, സംസാരശേഷി കുഞ്ഞിനില്ല.
അമ്മ വലിയ വായിൽ കരഞ്ഞുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛന്മാരെ, എനിക്ക് ആകപ്പാടെ ഒരു കുട്ടിയേ ഉള്ളൂ, ഈ കുട്ടിക്ക് സംസാരശേഷിയില്ല. ഞങ്ങൾ പറഞ്ഞു ഡോക്ടർമാരെ കാണിച്ചില്ലേ? എല്ലാ ഡോക്ടർമാരെയും കാണിച്ചു. ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടി സംസാരിക്കില്ല, ഇനി എന്ത് ചെയ്യും? ഞങ്ങൾ പറഞ്ഞു ഇനി എന്ത് ചെയ്യും? അപ്പോൾ ഈ ചേട്ടത്തി തന്നെ പറഞ്ഞു, ഇനി ആശ്രയം യേശുവേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ആശ്രയമേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഡോക്ടർമാരെ പുറകെ നടന്നു, ലോകം പഠിപ്പിക്കുന്ന സകല വിധത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ നടത്തി പരാജയപ്പെട്ട് അവസാനം യേശുവിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന സ്ത്രീ. ആരാധന സമയം, 10,000-കണക്കിന് മനുഷ്യർ തിങ്ങിക്കൂടി നിൽക്കുന്ന ഗ്രൗണ്ട്, എല്ലാവരും കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈശോയേ എന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, കണ്ട കാഴ്ച എന്താണെന്നറിയോ? 9 വയസ്സുള്ള കുഞ്ഞ് ഇതാ മുമ്പിൽ നിൽക്കുന്നു. അമ്മ കരഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു. ഈ കുഞ്ഞ് അമ്മയ്ക്കിട്ട് നോക്കി നിൽക്കുന്നു. ഈ സ്തുതിപ്പിനിടയിൽ അമ്മ കുഞ്ഞിനിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഈ കുഞ്ഞിന്റെ സംസാര ശക്തി തിരിച്ചു കിട്ടുകയാണ്. ഈ കുഞ്ഞും ഇരുകരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈശോയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പൊ ഈ കുഞ്ഞ് നന്നായിട്ട് ഒരു സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഒന്ന് കൈയടിച്ചെന്ന് പറയാവോ? പ്രിയപ്പെട്ടവർ, ഇതെങ്ങനെ സംഭവിക്കുന്നു? വൈദ്യശാസ്ത്രം പറഞ്ഞിരിക്കുന്നു ഈ കുട്ടി സംസാരിക്കില്ല. എന്നാൽ വൈദ്യശാസ്ത്രം തോറ്റെടുത്ത് യേശുക്രിസ്തു ജയിക്കും. മനുഷ്യൻ പദ്ധതികൾ അവസാനിപ്പിക്കുന്നിടത്ത് ദൈവത്തിന്റെ പദ്ധതികൾ ആരംഭിക്കും. പ്രിയപ്പെട്ടവരെ, ഏതൊരു ജീവിതചര്യകളിലും ഇത് വളരെ വ്യക്തമാണ്. എപ്പോഴൊക്കെ മനുഷ്യൻ പദ്ധതികൾ അവസാനിപ്പിക്കുന്നോ അവിടെയെല്ലാം ദൈവം പദ്ധതികൾ ആരംഭിക്കും. യേശുക്രിസ്തുവിനെ കല്ലറയെങ്കിൽ അടക്കം ചെയ്തു യഹൂദജനം, പട്ടാളക്കാര്. എന്നിട്ട് എന്താ പറഞ്ഞേ? ഇവന്റെ ജീവിതം തീർന്നു. മനുഷ്യൻ പദ്ധതികൾ അവസാനിപ്പിച്ചെടുത്ത് ആ കല്ലറയെങ്കിൽ യേശുക്രിസ്തു ജീവിതം ആരംഭിച്ചു. ഹല്ലേലൂയ! സ്വരമുയർത്തി പറയാ ഹല്ലേലൂയ! മനുഷ്യൻ പദ്ധതി അവസാനിപ്പിച്ചെടുത്ത ആ കല്ലറയെങ്കിൽ തന്നെ യേശുക്രിസ്തു ജീവിതം ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ ദൈവമക്കളായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ കല്ലറയിൽ നിന്ന് ഉയർത്തുവന്ന യേശുവിന്റെ ജീവിതമാണ്. മനുഷ്യന്റെ തലയ്ക്കകത്ത് പദ്ധതികൾ അവസാനിപ്പിക്കുമ്പോൾ ദൈവം പദ്ധതി ആരംഭിക്കും. ഇപ്പൊ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും അടഞ്ഞ വാതിലിന് മുമ്പിലാണെങ്കിൽ ഉറപ്പിച്ചോ, നിന്റെ പരിശ്രമം നിർത്തുക. ഒരു വാതിലടഞ്ഞാൽ ദൈവം 7 വാതിൽ തുറന്നു തരും, ഉറപ്പാ. ഒരു വാതിലടഞ്ഞ് പരാജയപ്പെട്ട് മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണോ, ദൈവം നിന്റെ മുമ്പിൽ 7 വാതിലുകൾ തുറന്നു തരും. കടബാധിതയുള്ള വ്യക്തിയാണോ, ദൈവം നിന്റെ കടബാധിത വ്യത്യസ്തമായ സ്ഥലങ്ങളിലൂടെ സാഹചര്യങ്ങളിലൂടെ എടുത്തു മാറ്റി തരും. നിന്റെ രോഗപീഠയ്ക്ക് മുമ്പിൽ ദൈവം പ്രവർത്തിക്കും. എങ്ങനെ? അനുഗ്രഹമായിട്ട് മാറ്റും. സ്വരമുയർത്തി പറ ഹല്ലേലൂയ! 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 പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്നും ജീവിക്കുന്നു. ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ എല്ലാ മാസവും മക്കളില്ലാത്ത ദമ്പതികളുടെ ഒരു കൂട്ടായ്മയുണ്ട്. മക്കളില്ലാത്ത ദമ്പതികൾ അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കും. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ജീവിതത്തെ എങ്ങനെ ക്രമീകരിക്കണമെന്ന് ചിന്തിച്ച് അവർ കുടുംബങ്ങളിലേക്ക് കടന്നു പോകും. ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അവർ കൂട്ടായ്മയിൽ പങ്കുവയ്ക്കും. ഒരു കൂട്ടായ്മയിൽ കണ്ട കാഴ്ച എന്താണെന്നറിയോ? ഒരു ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് സ്റ്റേജിൽ നിൽക്കുന്നു. അല്പം പ്രായമുള്ള ഭാര്യയും ഭർത്താവുമാണ്. ഞാൻ വിചാരിച്ച അവരുടെ മകന്റെ കുഞ്ഞങ്ങാനുമായിരിക്കും. ഇവർ ഈ സ്റ്റേജിൽ ഈ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് വിറച്ചുകൊണ്ട് ഈ ഭർത്താവ് പറഞ്ഞു, ദൈവജനമേ, ഈ കുഞ്ഞുണ്ടല്ലോ ദൈവം ഞങ്ങൾക്ക് തന്ന കുഞ്ഞാണ്. കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും കൈയടിക്കാൻ തുടങ്ങി. കാര്യം അവർക്കറിയാം ഈ ചേട്ടൻ ഏതാന്ന്. ഈ ചേട്ടൻ വീണ്ടും പറഞ്ഞു, ദൈവജനമേ, നിങ്ങൾക്കറിയാം 19 വർഷമായിട്ട് കുഞ്ഞില്ലായിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നിരിക്കുന്നു. എത്ര വർഷം? 19 വർഷം. 1, 2 ഒന്നും അല്ല. പ്രിയപ്പെട്ടവരെ, അത്ഭുതം തോന്നും. ഇങ്ങനെയൊക്കെ ദൈവം പ്രവർത്തിക്കുവോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി നിലപാടെടുത്തു കഴിഞ്ഞാൽ 1, 2 അല്ല, 19 വർഷം കഴിഞ്ഞാലും കാത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ അവളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചിരിക്കും. സ്വരമുയർത്തി പറ ഹല്ലേലൂയ! 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 ജെറമിയായുടെ പുസ്തകം 17-ാം അധ്യായം 10, 11 തിരുവചനം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 10, 11 തിരുവചനം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെ ഏതൊക്കെ വഴികളിലൂടെ പോകുമ്പോഴാണ് അനുഗ്രഹം കിട്ടുന്നത്, പ്രതിഫലം കിട്ടുന്നതെന്ന് ജെറമിയ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കാൻ പോവുകയാണ്.
കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവന്റെ ജീവിത രീതിക്കും പ്രവർത്തിക്കുമനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകുന്നു. ഹല്ലേലൂയ. ഓരോ മനുഷ്യന്റെയും ജീവിത രീതി അനുസരിച്ച് ദൈവം പ്രതിഫലം കൊടുക്കുന്നു. നമ്മുടെയൊക്കെ മനസ്സിനെ ദൈവം ഇങ്ങനെ തൂക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മനുഷ്യ, ഉറപ്പിച്ചോ, നിനക്ക് പ്രതിഫലം നിശ്ചയം. ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യർക്കാണ് ഈ ഭൂമിയിൽ ദൈവകൃപയുള്ളത്, മെച്ചപ്പെട്ട ജീവിതമുള്ളത്. ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ജീവിതത്തെയാ. ഇതിനെയാണ് ആത്മീയ ജീവിതം എന്ന് നമ്മൾ പറയുന്നത്. എന്ത് ജീവിതം? ആത്മീയ ജീവിതം. മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരവും മനസ്സും ആത്മാവും ചേർക്കപ്പെട്ടവരാ. എന്തൊക്കെ ചേർക്കപ്പെട്ടതാണ്? മനസ്സ്, ശരീരം, ആത്മാവ്, മൂന്നും ചേർക്കപ്പെട്ടതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിന്റെ തന്നെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇപ്രകാരം ഒരു സന്തുലിത അവസ്ഥയിലൂടെയാണ്. മനുഷ്യൻ, ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യന് ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്. തൊട്ടടുത്ത താഴെയുള്ളതാണ് ജീവജാലങ്ങൾ, അല്ലെ, ജന്തുജാലങ്ങൾ. വീട്ടിലുള്ള പട്ടി, കുരങ്ങൻ, ഇങ്ങനെയുള്ള ഈ ജന്തുജാലങ്ങൾ, ഇവയ്ക്ക് എന്തൊക്കെയുണ്ട്? ശരീരമുണ്ടോ? പട്ടിക്ക് ഉണ്ട്. മനസ്സുണ്ടോ? കുരങ്ങന്, പട്ടിക്ക്, പോത്തിന്, എരുമയ്ക്ക്, ആടിന് മനസ്സുണ്ടോ? ഇല്ലേ? ഉണ്ടോ? ആത്മാവുണ്ടോ? പട്ടിക്ക് ആത്മാവുണ്ടോ? ഇല്ല. ആത്മാവുണ്ടെ പിന്നെ നമ്മളും പട്ടിയും തമ്മിൽ എന്നാ വ്യത്യാസം, അല്ലേ? പ്രിയപ്പെട്ടവരെ, ജന്തുജാലങ്ങൾക്ക് ശരീരമുണ്ട്, മനസ്സുണ്ട്. ജീവജാലങ്ങൾക്ക് മനസ്സുണ്ടെന്നാണ് പഠിപ്പിക്കുന്നത്. മനസ്സുണ്ട്. ഉദാഹരണത്തിന് അതിനെ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം. ഒരു പട്ടി കാണിക്കുന്ന സ്നേഹത്തെയോ, അല്ലെങ്കിൽ ഈ ഒരു പ്ലാവില കൊടുക്കുമ്പോൾ ആടിനുള്ള സന്തോഷം, ഇതിൻ്റെയൊക്കെ മുഖത്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു സ്നേഹം ഉണ്ടെന്നാ പറയണം, മനസ്സുണ്ടെന്നാ പറയണം. എന്തെങ്കിലും ആവട്ടെ. ചില സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ പട്ടി നമ്മളെ കാണുമ്പോൾ കുരയ്ക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ കള്ളനാണെന്ന് പട്ടിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഇവയ്ക്കൊക്കെ ഉള്ളിൽ ഒരു മനസ്സുണ്ടെന്നാ പറയുന്നത്. പക്ഷേ ആത്മാവില്ല. ആത്മാവ് ആർക്കാണുള്ളത്? മനുഷ്യനാണ് ആത്മാവുള്ളത്. മനുഷ്യന് ആത്മാവുണ്ട്, ജീവജാലങ്ങൾക്ക് ആത്മാവില്ല. ഇനി നമ്മൾ ചിന്തിച്ചു നോക്കുക, മനുഷ്യൻ, ജന്തുജാലങ്ങൾ, അതിന് തൊട്ട് താഴെയുള്ളതാണ് സസ്യജാലങ്ങൾ. ചെടി, തെങ്ങ്, വാഴ, കമുക്, റബ്ബർ, ഇതൊക്കെ സസ്യജാലങ്ങളാണ്. ഇവയ്ക്കെന്തുണ്ട്? ശരീരം ഉണ്ടോ? ഉണ്ട്. ബോഡി സ്ട്രക്ചർ, ഒരു റബ്ബർ, ചെടി, ഇതിനെന്തുണ്ട്? ശരീരമുണ്ട്. മനസ്സുണ്ടോ? ഇല്ലേ? ഇല്ല എന്നാണ് ഞാനും വിശ്വസിച്ചിരുന്നത്. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് പുതിയ പഠനങ്ങൾ വന്നിരിക്കുന്നു. സസ്യജാലങ്ങൾക്കുള്ളിലും മനസ്സുണ്ടത്രേ. മനസ്സ് എല്ലാ ചെടികൾക്കുള്ളിലും, എല്ലാ സസ്യജാലങ്ങൾക്കുള്ളിലും ഒരു മനസ്സുണ്ട്. ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് ജഗദീഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരനായ ശാസ്ത്രജ്ഞനാണ്, സസ്യശാസ്ത്രജ്ഞൻ. ഈ മനുഷ്യൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു അടച്ചിട്ട മുറിക്കുള്ളിൽ ഒരു ചെടി വളർത്തുന്നു. അടച്ചിട്ട മുറിക്കുള്ളിൽ സൂര്യപ്രകാശം പോലും കിട്ടാതെ ചെടി വളർത്തുന്നു. എവിടെ നിന്നെങ്കിലും ഒരു സൂര്യപ്രകാശത്തിന്റെ നേർരേഖയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ ചെടി ആ സൂര്യപ്രകാശത്തിന് അങ്ങോട്ട് വളഞ്ഞു വളരും എന്നാണ് പറയുന്നത്. കണ്ടിട്ടില്ലേ? സൂര്യകാന്തി സൂര്യനെ പോൽ വളഞ്ഞു വളരും, അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ശാസ്ത്രജ്ഞൻ പറയുന്നു, ഈ ചെടിക്കുള്ളിൽ എന്തോ ഒന്നിതിനെ വളപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അത് നമ്മുടെ വിഷയമല്ല. നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന ശരീരം, മനസ്സ്, ആത്മാവ്. ജന്തുജാലങ്ങളും സസ്യജാലങ്ങൾക്കും ശരീരവും മനസ്സുമുണ്ട്. ഇനി നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എന്തു സംഭവിക്കും? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്തു സംഭവിക്കും? മരണം എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. നിൽക്കണ നിപ്പിന് ഉരുണ്ടു വീണ് ചത്തുപോകും. മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മനുഷ്യൻ മരിക്കുന്ന അവിടെ ഇരിക്കട്ടെ, ഒരു ജന്തു, പട്ടി ചത്തു, എന്ത് സംഭവിക്കും? കുഴിച്ചിടും. ഞങ്ങളുടെ നാട്ടിലും കുഴിച്ചിടും, നിങ്ങളുടെ നാട്ടിലും കുഴിച്ചിടും. ഇതിന് ശരീരമുണ്ട്, മനസ്സുണ്ട്. മനസ്സെങ്ങോട്ട് പോവും? മനസ്സെങ്ങോട്ട് പോവും? ആകാശത്തോട്ട് പോവും? അലഞ്ഞു തിരിഞ്ഞു നടക്കും. സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും ചത്തു കഴിഞ്ഞാൽ മണ്ണിൽ മണ്ണായിട്ട് തീരും. മനസ്സ് ശരീരത്തോട് ചേർന്ന് മണ്ണിൽ തീരുന്നു. എന്നാൽ മനുഷ്യ, നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ശരീരം മണ്ണിനോട് മണ്ണായിട്ട് തീരും. ക്രൈസ്തവ മതവിശ്വാസ പ്രമാണം നെറ്റിയിൽ കുരിശടയാളം വരച്ചുകൊണ്ട് വൈദികൻ ഒരിക്കൽ പഠിപ്പിക്കും, വിഭൂത തിരുനാളിന്, മനുഷ്യ നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് പോകും, ഇന്നല്ലെങ്കിൽ നാളെ തീരും. നമ്മൾ ഈ ഞെക്കി വീർപ്പിക്കുന്ന മാസിലൊക്കെ തീരും.
ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? താഴെ കാത്തിരിപ്പുണ്ട് പുഴുക്കൾ. ഹായ് വന്നല്ലോ, എന്തോരം നല്ല ജടിമാടം ജണ്ടന്മാരായ ചേട്ടന്മാരും ചേച്ചിമാരാണ്, വരട്ടെ. നമ്മൾ ശരീരം വീർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ജിംനേഷ്യത്തിലേക്ക് പോയി മസിൽ പെരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുഴുക്കൾ ഡാൻസ് കളിക്കുന്നു. വരും, ഇപ്പോൾ വരും, ഇന്നല്ലെങ്കിൽ നാളെ. കാരണം അവർക്കുള്ള ബിരിയാണിയാണ് നമ്മൾ. സംശയമുണ്ടോ? പ്രിയപ്പെട്ടവർ, ഇന്നല്ലെങ്കിൽ നാളെ തീരും, ഉറപ്പാണ് ആ കാര്യം. ഈ ശരീരത്തെ തൃപ്തിപ്പെടുത്താനാണ് 24 മണിക്കൂറിൽ 23 നമ്മൾ കൊടുക്കുന്നത്. ഉറക്കം നല്ല കാര്യം, കൊടുത്തോണ്ടിരിക്കും. ഇപ്പോഴും ഉറങ്ങുന്നവർ കൊടുത്തോ, ഒരു കുഴപ്പമില്ല. പ്രിയപ്പെട്ടവർ, നമ്മൾ ചിന്തിച്ചോ എന്താ സംഭവിക്കണമെന്നറിയോ? ശരീരത്തെ എങ്ങനെ തൃപ്തിപ്പെടുത്തണം? ബ്യൂട്ടി പാർലറുകൾ പണ്ടത്തെ പോലെയൊന്നുമല്ല, ഇഷ്ടം പോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്തോരം വർദ്ധിച്ചു. എന്താ സൂചിപ്പിക്കണേ? മനുഷ്യന് 24 മണിക്കൂറിൽ ഉറക്കത്തിന് കുറെ സമയം പോയി. പിന്നെ ബ്യൂട്ടി പാർലർ കയറി കഴിഞ്ഞ് ഇറക്കിക്കൊണ്ടുവരുന്ന എന്തൊരു പാടാന്നറിയോ? എത്ര മണിക്കൂറാണ് അതങ്ങനെ പോയി. ജിംനേഷ്യത്തിൽ പോയി, അത് പോയി. പിന്നെ ഭക്ഷണം കഴിക്കാൻ അതും പോയി. മൊത്തം 24 തീർന്നു. മനുഷ്യൻ അധ്വാനിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? അവന്റെ ശരീരത്തെ എങ്ങനെ തൃപ്തിപ്പെടുത്തണം. തെറ്റാണ്. മനുഷ്യന്റെ ശരീരത്തെക്കാൾ ഉപരിയായി, ഇന്നല്ലെങ്കിൽ നാളെ പുഴുവരിക്കുന്ന ശരീരത്തെക്കാൾ ഉപരിയായി അവൻ ആത്മാവുണ്ട്. ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ആത്മാവുണ്ട്. എനിക്കും നിങ്ങൾക്കും ഈ ആത്മാവുണ്ട്. മനുഷ്യൻ ആത്മാവുണ്ടെങ്കിൽ ഈ ആത്മാവിനെ കുറിച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടമാണ്. യേശു ഈ ഭൂമിയിൽ കടന്നു വന്ന് പറഞ്ഞതും പഠിപ്പിച്ചതൊക്കെ ആത്മാവിനെ കുറിച്ചാണ്. യേശുവിന്റെ പഠനം എന്തിനെ കുറിച്ചായിരുന്നു? മനുഷ്യ, നിങ്ങൾക്കൊക്കെ ആത്മാവുണ്ട്, ഈ ആത്മാവിനെ കുറിച്ച് നീ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചാണ്. ആത്മാവിനെ കുറിച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ ബൈബിൾ ആ വ്യക്തിക്ക് കൊടുക്കുന്ന പേരാണ് ഭോഷൻ. ഒരുവനെ കുറിച്ച് യേശു പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. അവൻ എന്തുണ്ടായി? ഇഷ്ടം പോലെ സമ്പാദിച്ചു കൂട്ടി കഴിഞ്ഞപ്പോൾ അവൻ അവനോട് തന്നെ പറഞ്ഞു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അർത്ഥം എന്താ? ശരീരത്തിന് നിനക്ക് ആവശ്യമുള്ളതൊക്കെ തന്നിട്ടുണ്ട്, കുഴപ്പമില്ല. എന്നാൽ ആ രാത്രി യേശു അവനോട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഭോഷ, നിന്റെ ആത്മാവിനെ ഇങ്ങോട്ടെടുത്താൽ പിന്നെ നീ എന്തോന്ന് ചെയ്യും? ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ മനുഷ്യർക്ക് ബൈബിൾ കൊടുക്കുന്ന പേരാണ് ഭോഷൻ. ഹല്ലേലൂയ. നമ്മൾ ഭോഷന്മാരാണോ? ഭോഷത്തികളാണോ? ചിന്തിച്ചു നോക്കണം. ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകും? മരണം മനുഷ്യ ജീവിതത്തിൽ അനിവാര്യമായ ഘടകം. നമ്മൾ പറഞ്ഞില്ലേ, സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും ഈ ഭൂമിയിൽ ചത്താൽ, മരിച്ചാൽ തീർന്നു മണ്ണിൽ. മനുഷ്യൻ മരിച്ചാൽ അവന്റെ ശരീരം മണ്ണിൽ അടക്കപ്പെടും. മനസ്സും ആത്മാവും എങ്ങോട്ട് പോകും? എങ്ങോട്ട് പോകും? അലഞ്ഞു തിരിഞ്ഞു കിടക്കും അല്ലേ? ശരിയാ. ചിലരുടെയൊക്കെ വീടിന്റെ മുകളിൽ ഇപ്പോഴും അലഞ്ഞു തിരിഞ്ഞു കിടപ്പുണ്ട്, ചില ചത്തവര്. കത്തോലിക്ക മതവിശ്വാസം പഠിപ്പിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരം മണ്ണിനോട് തീരുമെന്നാൽ അവന്റെ മനസ്സ് ആത്മാവിനോട് ചേർക്കപ്പെടും. വിശുദ്ധീകരിക്കപ്പെട്ട ആത്മാവാണെങ്കിൽ മനസ്സെങ്കിലും സ്വർഗത്തിലേക്ക് പോകും, വിശുദ്ധീകരിക്കപ്പെടാത്തതാണെങ്കിൽ നരകത്തിലേക്ക് പോകും. ഇതിനെ വിളിക്കുന്ന പേരാണ് തനത് വിധി. എന്ത് വിധി? അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, മറക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും, ഉറപ്പായ കാര്യമാണ്. തനത് വിധി. നന്മ ചെയ്തിട്ടുണ്ടോ സ്വർഗത്തിൽ പോകും, തിന്മ ചെയ്തിട്ടുണ്ടോ നരകത്തിൽ പോകും. ഒന്ന് സീരിയസ് ആയിട്ട് ചിന്തിച്ച് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പൊ മരിച്ചാൽ എവിടെ പോവും? എവിടെ പോവും? എവിടെ പോവും? നരകത്തിൽ പോവോ? സ്വർഗത്തിൽ പോവോ? ഇങ്ങനെ ഇരിപ്പ് കണ്ടാൽ മതി. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കണം. മനുഷ്യന്റെ ജീവിതത്തിൽ ആത്മീയ മേഖലയിൽ അസ്വസ്ഥതകൾ, വിള്ളലുകൾ വന്നാൽ അവന് തകർച്ച ഉറപ്പാണ്. യേശു പഠിപ്പിച്ചത് മാത്രമല്ല, നമ്മുടെ ജീവിത അന്തരീക്ഷം എടുത്തു പഠിച്ചോ. നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ എപ്പോഴാണ് തകർച്ച വന്നത്? അനേക കുടുംബങ്ങളിലെ തകർച്ചകൾ എടുത്തു പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. എപ്പോൾ അവരുടെ കുടുംബത്തിൽ കൊന്തമണി ചൊല്ലുന്ന ശീലം നിർത്തി, കുടുംബ പ്രാർത്ഥന നിർത്തി, അപ്പോൾ അന്ന് ആ സെക്കൻഡിൽ എവിടുന്നെങ്കിലും പിശാച് നുഴഞ്ഞു കയറിയിട്ടുണ്ടാവും പല രൂപത്തിൽ. കുടുംബത്തിലെ ചില ശൈലികൾ, എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിരുന്ന ദൈവാലയത്തിൽ പോകുന്ന ചില ശൈലികൾ എപ്പോൾ നിർത്തി, മറ്റു പല കാര്യങ്ങൾക്ക് എപ്പോഴൊക്കെ പ്രാധാന്യം കൊടുത്തു, അപ്പോഴൊക്കെ ആര് കയറി? പിശാച് നുഴഞ്ഞു കയറിയിട്ടുണ്ടോ? ഉറപ്പാണ് ആ കാര്യം. നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങളുടെ കുടുംബത്തിൽ രോഗവും പീഡയും കടന്നു വന്ന് ചില വീടുകളൊക്കെ പറയുന്ന പോലെ, എൻ്റെ അച്ഛാ വീട്ടിൽ മുഴുവൻ പിശാചുക്കളാന്നാ പറയുന്നത്. മക്കളെ നോക്കിയിട്ടാ പറയണത്, വീട് മുഴുവൻ പിശാചുക്കളാന്നാ പറയണത്. ഇതെങ്ങനെ പറയാൻ പറ്റണു? സ്വർഗമാവേണ്ട കുടുംബം നരകതുല്യമായി തീരുന്നുണ്ടെങ്കിൽ, കുടുംബത്തിൽ പിശാചുക്കൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ ദൈവാരൂപിയുടെ കുറവ് അനുഭവപ്പെടുന്നത് കൊണ്ടാണ്. ഈ ദൈവാരൂപി ആര് നൽകും? ദൈവം നൽകും. ദൈവത്തോട് ചേർന്നിരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന കൃപയാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 107:17. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 107:17. ഒരു ആത്മീയ സത്യത്തെ കുറിച്ചാണ് ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മനുഷ്യന് ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്. ഇനി നമ്മൾ ചിന്തിച്ചു നോക്കുക, ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ നടന്നു പോകുന്ന വഴിക്കൊന്ന് ഉരുണ്ട് വീണു, കൈക്ക് കാലിന് പരിക്ക് പറ്റി, നമ്മൾ എന്ത് ചെയ്യും? ആശുപത്രി പോകും, ഡോക്ടറിനെ കാണിക്കും. ശരീരത്തിന് രോഗമുണ്ടെങ്കിൽ നമ്മൾ ചികിത്സിക്കും. തൊട്ടടുത്ത തലം എന്ന് പറഞ്ഞത് എന്താണ്? മനസ്സ്. മനസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പോകണമെന്നില്ല, നാട്ടുകാർ നമ്മളെ കൊണ്ടുപോയിക്കോളും. അതിനെയാണ് മാനസിക രോഗം എന്ന് പറയണത്, അല്ലേ? അപ്പൊ ശരീരത്തിന് കുഴപ്പമുണ്ടെങ്കിൽ ഡോക്ടറിനെ കാണിക്കും, മനസ്സിനും കുഴപ്പമുണ്ടെങ്കിൽ കാണിക്കും. അടുത്ത തലം എന്താണത്? ആത്മാവ്. ആത്മാവിന് എന്തെങ്കിലും രോഗം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ആത്മാവിന് സംഭവിക്കുന്ന രോഗത്തെ എന്താണ് പറയുന്നത്? പാപം. ആത്മാവിന് സംഭവിക്കുന്ന രോഗം സമം പാപം. മനുഷ്യന് സംഭവിച്ചു കഴിഞ്ഞാൽ മനസ്സിലും ശരീരത്തിലും ഇത് കടന്നു വന്ന് പിടികൂടും. ശരീരത്തിന് ഒരു രോഗം വന്നോർത്തുകൊണ്ട് നിങ്ങളുടെ ആത്മാവിന് ഒന്നും സംഭവിക്കാൻ പോണില്ല. കൈക്ക് പരിക്ക് പറ്റി എന്നോർത്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിനും ആത്മാവിനും ഒന്നും സംഭവിക്കില്ല. എന്നാൽ നേരെ തിരിച്ചു ചിന്തിക്കണം. ആത്മാവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് കണക്റ്റഡ് ആണ്. സങ്കീർത്തനം 107:17 അത് വായിച്ചു കേൾക്കാം. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. അവരെല്ലാം ഭക്ഷണത്തെയും വെറുത്തു. അവർ മൃത്യു കവാടങ്ങളെ സമീപിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുന്നു, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന്, പാപം സമം ആത്മാവിന്റെ രോഗം. ഈ ആത്മാവിന്റെ രോഗം സംഭവിച്ചത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഓട്ടോമാറ്റിക്കലി ഇന്ന് അനേക രോഗികളായി തീർന്നിരിക്കുന്നു. ഇന്ന് അനേകർ മരണത്തിന്റെ വക്രത്തിലെത്തിയിരിക്കുന്നു. സൂക്ഷിക്കണം, പാപം മനുഷ്യനെ രോഗാഗ്രസ്തമാക്കി കളയും. പാപം മനുഷ്യ ജീവിതത്തിലെ സന്തോഷം നശിപ്പിച്ചു കളയും. പാപം ജീവിതത്തിൽ അനുഗ്രഹം എടുത്തു കളയും. നമ്മൾ എവിടുന്ന തുടങ്ങിയെന്നറിയോ? മെച്ചപ്പെട്ട ജീവിതം എങ്ങനെ നയിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. നീ മെച്ചപ്പെട്ട ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ ഉറപ്പിച്ചോ, ആത്മീയ ജീവിതം നയിക്കാനുള്ള ഒരാഗ്രഹം, ദൈവത്തോട് ചേർന്ന് ജീവിക്കാനുള്ള ഒരാഗ്രഹം. ആത്മീയ ജീവിതം നയിക്കുമ്പോഴാണ് ദൈവം വ്യക്തികളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. ദൈവം മനുഷ്യരെ എന്തിനു വേണ്ടിയിട്ടായി ഭൂമിയിൽ സൃഷ്ടിച്ച്? സന്തോഷത്തോടുകൂടെ ജീവിക്കാനാ, നന്മ ചെയ്ത് ജീവിക്കാനാ. നന്മ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ അനുഗ്രഹം മനുഷ്യർക്കുണ്ടാവും. തിന്മ ചെയ്തു കഴിഞ്ഞാൽ തിന്മയിലൂടെ കടന്നു വരുന്ന പിശാച്, ചെകുത്താൻ അവന്റെ ഉള്ളിൽ കടന്നു വന്ന് അതിൻ്റെതായ പ്രവർത്തികൾ തരും. കാണുമ്പോൾ കൊള്ളാം, രസകരം എന്നൊക്കെ തോന്നിപ്പോകും. പാപത്തിന് അതിൻ്റെതായ രസമുണ്ട്, കൗതുകമുണ്ട്. നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന രീതികൾക്കൊക്കെ അതിൻ്റെതായ ഭാവങ്ങളുണ്ട്. എന്താ അർത്ഥം? പാപം മനുഷ്യന്റെ മുമ്പിൽ രസം തരും, ഒരു കാരണവശാലും അടിസ്ഥാനപരമായ നിലനിൽക്കുന്ന സന്തോഷം നൽകില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എന്താ വേണ്ടത്? പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതം നയിക്കുക. മെച്ചപ്പെട്ട ജീവിതം ഭൗതിക അർത്ഥത്തിലും ആത്മീയ അർത്ഥത്തിലും ആഗ്രഹമുണ്ടോ? മെച്ചപ്പെട്ട ജീവിതത്തിന് ഒറ്റ കാര്യം, ദൈവത്തോട് ചേർന്ന് ജീവിക്കുക. നഷ്ടപ്പെട്ട നിന്റെ ജീവിതത്തിലെ ആത്മീയത വീണ്ടും തിരിച്ചു കൊണ്ടുവരിക. ദൈവത്തോട് ചേർന്ന് ജീവിക്കാനുള്ള ഒരു ശക്തി ചേർന്നെടുക്കുക. ശത്രു ആരെന്ന് വ്യക്തമാണ്, ചെകുത്താനാണ്, തിന്മയാണ്. അങ്ങനെയെങ്കിൽ ശത്രുവിനെ തോൽപ്പിക്കാനുള്ള കരുത്ത് നിന്റെയും എൻ്റെ ഉള്ളിലുണ്ട്. ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ നിസാരക്കാരല്ല, ദൈവമക്കളാണ്. ദൈവമക്കൾക്കുള്ള അവകാശമാണ് അനുഗ്രഹത്തിന്റെ അവകാശം. ഈ ഭൂമിയിൽ സന്തോഷത്തോടുകൂടെ ജീവിക്കാനുള്ള അവകാശം. പ്രിയപ്പെട്ടവരെ, അത് നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ അത് അനുഗ്രഹമാവും, അഭിഷേകമാവും. നമുക്ക് എല്ലാവർക്കും ഒന്ന് ചാടി എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ കരങ്ങൾ കൂപ്പുക, കണ്ണുകൾ അടച്ചു പിടിക്കുക. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ മണിക്കൂറിൽ ധ്യാനിച്ചു കൊണ്ടിരുന്ന വിഷയം എങ്ങനെ നമുക്ക് മെച്ചപ്പെട്ട ജീവിതം നയിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ നിനക്ക് ശക്തി നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ അനുഗ്രഹം ജ്വലിക്കാൻ തുടങ്ങും. നഷ്ടപ്പെട്ട അനുഗ്രഹം അത് കൂടുതൽ അഭിവൃദ്ധിയായിട്ട് കടന്നു വരാൻ തുടങ്ങും. കണ്ണടച്ച് കരങ്ങൾ കൂപ്പി ഈ നിമിഷം പ്രാർത്ഥിക്കുക. ഈ നിമിഷം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമസ്ത വ്യക്തിജാലങ്ങളും ഈ നിമിഷം പ്രാർത്ഥിക്കുക. ലോകത്തിന്റെ എവിടെയൊക്കെ ഈ നിമിഷം വചന അഗ്നിജ്വാലയായിട്ട് പറന്നുയരുന്നു, അവരെല്ലാവരും ഈ നിമിഷം കണ്ണടച്ച് കരങ്ങൾ കൂപ്പി ചിന്തിക്കുക. നിന്റെ ജീവിതത്തിൽ നിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന, നശിപ്പിക്കുന്ന വിഷയം അതെന്താണ്? ഏത് പ്രശ്നമാണ്
നിന്റെ ജീവിതത്തെ ഇന്ന് തകർച്ചയിലേക്ക് നയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ വിഷയം, ആ പ്രശ്നം ഇപ്പോൾ കാൽവരി മലയിൽ കുരിശിൽ കിടക്കുന്ന യേശുക്രിസ്തുവിനെ തൊട്ട് മുമ്പിൽ കണ്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുക. കാരണം കുരിശിലാണ് മനുഷ്യന്റെ അടിസ്ഥാനപരമായ വിജയം അടങ്ങിയിരിക്കുന്നത്. കാരണം ക്രിസ്തു കുരിശിൽ പിശാചിനെ തോൽപ്പിച്ചു, പിശാചിനെ പരാജയപ്പെടുത്തി. നിനക്ക് വിജയം നൽകിയത് ഈ കുരിശിലാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇപ്പോൾ പ്രാർത്ഥിക്കുക. ദൈവ തിരുമുമ്പിൽ നിന്റെ പ്രശ്നങ്ങൾ, നിന്റെ ആകുലതകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഓ ദൈവമേ, എന്റെ ജീവിതത്തെ പരാജയപ്പെടുത്തുന്ന, തകർത്ത് കളയുന്ന സമസ്ത വിഷയങ്ങളെയും ഇപ്പോൾ ഈ നിമിഷം കുരിശിൻ ചുവട്ടിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രശ്നത്തിലൂടെ എൻ്റെ തലയ്ക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള തിന്മകൾ കടന്നു വന്ന് എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കണമേ. എൻ്റെ ഉള്ളിലുള്ള തിന്മയുടെ അന്തരീക്ഷ ശക്തികളെ എടുത്തു മാറ്റണമേ. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ചുകൊണ്ട് ഇങ്ങനെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, സ്വരമുയർത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. കർത്താവായ ഈശോയെ, വിശുദ്ധീകരിക്കുന്ന ഈശോയെ, അഭിഷേകം ചെയ്യുന്ന ഈശോയെ, എന്റെ ശരീരത്തെയും എന്റെ മനസ്സിനെയും എന്റെ ആത്മാവിനെയും വിശുദ്ധീകരിക്കണമേ, അഭിഷേകം ചെയ്യണമേ, ഒരു പുതു സൃഷ്ടിയാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആബാ പിതാവേ, ആബാ പിതാവേ, അവിടുത്തെ തിരുകുമാരന്റെ തിരുരക്തത്താൽ എന്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും കഴുകണമേ, കഴുകണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരുകരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി കണ്ണുകൾ അടച്ചു ചേർന്ന് പ്രാർത്ഥിക്കുന്ന ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, അവിടുത്തെ തിരുകുമാരന്റെ തിരുരക്തത്താൽ എന്റെ വീടിനെ കഴുകണമേ, കഴുകണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്റെ വീടിനെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, അവിടുത്തെ തിരുകുമാരന്റെ തിരുരക്തത്താൽ എന്നെ പീഡിപ്പിക്കുന്ന തിന്മയുടെ നാരകീയ ശക്തികളെ യേശുവേ, 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 നിന്റെ നാമത്തിൽ, നിന്റെ കുരിശിന്റെ ശക്തിയിൽ, തിരുരക്തത്തിന്റെ അഭിഷേകത്തിൽ ബന്ധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരുകരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി എല്ലാവരും ചേർന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം ഒഴുകട്ടെ, കൃപയൊഴുകട്ടെ. യേശുവേ, നിന്റെ ശക്തമായ അഭിഷേകത്താൽ എല്ലാവരും നിറയ്ക്കണമേ. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ അനുഗ്രഹം സമൃദ്ധിയായിട്ട് കടന്നു വരണമേ. രോഗസൗഖ്യം പ്രാപിക്കപ്പെടട്ടെ. തിന്മയുടെ അന്തരീക്ഷ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. തിരുക്കുരിശിന്റെ ശക്തിയിലും തിരുരക്തത്തിന്റെ അഭിഷേകത്തിൽ യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിൽ അഭിഷേകം കടന്നു വരട്ടെ. ജ്വലിപ്പിക്കണമേ, അഭിഷേകത്താൽ ജ്വലിപ്പിക്കണമേ. തിന്മ വിട്ടുമാറട്ടെ. ഒരു പുതു അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേ, 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 ഹല്ലേ. യേശുവേ, പാവനാത്മാവാ നിറയ്ക്കണമേ യേശു, പാപഭാരങ്ങൾ അകറ്റണമേ യേശു. പാവനാത്മാവാ നിറയ്ക്കണമേ യേശു, പാപഭാരങ്ങൾ അകറ്റണമേ യേശു. നിൻ തിരുരക്തത്താൽ കഴുകണമേ യേശു, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ യേശു, നിൻ തിരുരക്തത്താൽ
സ്നേഹമെന്നിൽ നിറവേറ്റണമേ ഈശോ.